എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഒരു മനുഷ്യനെ ഇവിടെ സ്നേഹിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. ഒരാളുകൾ നമ്മൾ എത്ര ലോകത്ത് എത്ര ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, അവർക്കൊക്കെ അവരെ നേതാവിൻ്റെ വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, ഒരു സൗണ്ട് ഉണ്ട്, എല്ലാം അതന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ട്. ഇവിടെ നോക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പം ഒരു ഫോട്ടോ അല്ല, ഒരു ഫോട്ടോ നമ്മളെ ഫോണിലില്ല, നമ്മളെ മനസ്സിലില്ല, ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടിട്ടില്ല, നമ്മളെ മനസ്സിലേക്കൊരു രൂപം പോലും വരുന്നില്ല. എന്നിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പം നമ്മളെ ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും നമ്മളെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാൻ്റെ റസൂലിനെയാണ്. ഒരാൾക്ക് എങ്ങനെ സാധിക്കുക? ചരിത്രത്തിൽ അങ്ങനെ ഒരു തുല്യതല്ല, ഒരാൾക്കും അങ്ങനെ കഴിയില്ല. ഒരാളെ ഫോട്ടോ ഒന്നുമില്ലാതെ ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്കത് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. അതാണ് വിശ്വാസം. ആ വിശ്വാസം എന്നത് ആ റസൂലിനെ പിൻപറ്റിയാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ വെറും അള്ളാഹ് റസൂൽ എന്ന് പറഞ്ഞ സ്റ്റിക്കർ എഴുതിയൊക്കെയല്ല, അള്ളാഹു മുഹമ്മദ് എന്ന് പറഞ്ഞ് 2 പാത്രത്തിൽ പേരെഴുതിക്കാണ്ട് നമ്മളെ റിസപ്ഷൻ റൂമിൽ വെച്ചൊക്കെയല്ല, നമ്മളെ കാറിൽ തൂക്കിയിട്ടൊക്കെയല്ല. നമ്മളെ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിലാണ്. നമ്മളെ സ്നേഹം എന്ന് പറയുന്നത് ആ റസൂലിനെ അനുസരിക്കലാണ്. ഞാൻ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കും, ഞാൻ താടി വളർത്തും, ഞാൻ മീശ വെട്ടും, ഞാൻ എൻ്റെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിലായിരിക്കും, ഞാൻ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കും, ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറും. അതാണ് ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രവാചകനെ ഞാൻ അനുസരിക്കുന്നുണ്ട്, ആ പ്രവാചകനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എത്ര കോടിക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ ലോകത്ത്. ഒരു നേതാവും ഈ തരത്തിൽ സ്നേഹിക്കപ്പെടുന്നില്ല, ഒരു നേതാവും ഇത്തരത്തിൽ ഫോളോ ചെയ്യപ്പെടുന്നില്ല. ഒക്കെ ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ഒരു ഫോട്ടോ ഒട്ടിച്ചൊക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാനും അതിൻ്റെ ഫാൻസാണെന്നേ പറയുള്ളൂ.